ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് ജേർണി എന്ന് പറയുമ്പോൾ വിചാരിക്കും കുറേ കാലമായിരുന്നു. ബട്ട് ആക്ച്വലി ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് 2021 നമ്മുടെ കൊറോണയുടെ ഒക്കെ സമയത്ത് നമ്മൾ വീട്ടിൽ പോസ്റ്റ് ആയിട്ടിരുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ആവേശത്തിൽ കുറേ വീഡിയോസ് ഒക്കെ ചെയ്തു, കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. ബട്ട് അതിനുശേഷം പിന്നെ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയി. അവിടെ ഒരു കട്ട് ഓഫ് ആയിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടേ ഇല്ല. ദെൻ റീസെൻ്റ്ലി ഒരു 2 to 3 months ആയിട്ടുള്ളൂ നമ്മൾ വീണ്ടും പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതാണ് ഞാൻ എൻ്റെ ജേർണി എന്ന് ഉദ്ദേശിച്ചത്. ഈ ഒരു യാത്രയിൽ ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടൂൾസ് അല്ലെങ്കിൽ കുറച്ച് എക്യുപ്മെന്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും കുറച്ച് സാധനങ്ങളെങ്കിലും നിങ്ങൾക്കും യൂസ്ഫുൾ ആയാലോ. അപ്പോൾ എൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ എൻഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഒന്നുമല്ല. അത്യാവശ്യം ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. സോ ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ യൂട്യൂബ് ചാനലെല്ലാം സ്റ്റാർട്ട് ചെയ്തത് 2021 നമുക്ക് ആ സമയത്ത് തൊട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിന് തുടങ്ങാം. അത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ ആളുകൾക്ക് അല്ലെങ്കിൽ പരീക്ഷിക്കണം എന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മൈക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന മിക്കവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഇതൊരു വയേർഡ് മൈക്കാണ്. ഓൺലി ഇതിനുള്ള പോർട്ട് ഉണ്ടാവും. സോ പോർട്ടിൽ കുത്തിയിട്ട് യൂസ് ചെയ്യുന്ന വയേർഡ് ആയിട്ടുള്ള ഒരു മൈക്കാണ് ഇത്. നിങ്ങൾക്ക് ആമസോണിലൊക്കെ കാണാനായിട്ട് പറ്റും. പല റേറ്റിലുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അറൌണ്ട് 250, 300, 400 എന്ന് പറഞ്ഞിട്ട് പല റേറ്റിലുള്ള പ്രൊഡക്ട്സ് ഇതിന്റെ അവൈലബിൾ ആണ്. ഞാൻ ഇതിന്റെ ബ്രാൻഡ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു പ്രൊഡക്റ്റ് ആണ്, എനിക്ക് തോന്നുന്നു ഒരു 300 എന്തോ ആണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ബട്ട് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു, നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ആൻഡ് ഇതിന്റെ ഒരു ഡ്രോബാക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഐഫോണിലൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഫോണിൽ ഷൂട്ട് ചെയ്യും, വേറൊരു ഫോണിൽ ഇത് കുത്തിയിട്ട് നമ്മുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യും. അങ്ങനെ കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് പിന്നെ അത് ജോയിൻ ചെയ്തിട്ടൊക്കെ ആയിരുന്നു, വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പക്ഷെ ഇപ്പോഴും പല അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും ഇതുപോലുള്ള വയേർഡ് മൈക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വയേർഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഒരു ട്രൈപോഡ് വിത്ത് റിംഗ് ലൈറ്റ് ആണ് ഇത്. കോംബോ ആയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ അന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അന്ന് ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇത് വലിയൊരു സംഭവമായിരുന്നു, നമുക്ക് ഫസ്റ്റ് ആയിട്ടൊരു ട്രൈപോഡ് വാങ്ങാന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല വർത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. ബട്ട് ഇത് കുറെ കാലം യൂസ് ചെയ്യാണ്ടിരുന്ന് ഇതിന്റെ ജോയിൻസ് എല്ലാം, ഇതിന്റെ സ്ക്രൂ എല്ലാം ലൂസായി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ബട്ട് ആ ഒരു സമയത്ത് ഞാനിത് കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു മൊബൈൽ ഹോൾഡറൊക്കെ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ റിംഗ് ലൈറ്റും അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഹോൾഡറൊക്കെ ഉണ്ട്. ആൻഡ് ഇതിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു ഹൈറ്റിൽ വരെ നമുക്കിത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ തപ്പിയെടുത്തതാണ് ഷൈലോക്ക് എന്ന് പറയുന്ന ഏതൊരു ബ്രാൻഡിന്റെ ആണ് ഈ ഒരു ട്രൈപോഡ് വിത്ത് റിംഗ് ലൈറ്റ്. ഇത് രണ്ടിനും കൂടെ അറൌണ്ട് 600 rupees എന്തോ ആയിട്ടുള്ളൂ. ഇതോടെ കൂടിയിട്ട് 600 rupees എന്ന് പറയുന്നത് എനിക്ക് നല്ല ലാഭമായിട്ടാണ് ഇപ്പൊ തോന്നുന്നത്. ബട്ട് ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ലിങ്ക് കിട്ടുവാണെങ്കിൽ എന്തായാലും പ്രൊവൈഡ് ചെയ്യാം. ട്രൈപോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഒക്കെ താങ്ങാൻ പറ്റുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രൈപോഡാണ് ഇത്. അത്യാവശ്യം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിംഗ് ലൈറ്റ് ആണ്. ഇതും അതിന്റെ കൂടെ കോംബോ ആയിട്ട് കിട്ടിയതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കാണിക്കാം. ഇതിൽ കുറച്ച് അടുത്ത് വെക്കണം, അധികം ദൂരെ വെച്ച് ഇതിന്റെ വലിപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ലൈറ്റ് തരുന്ന ഒരു റിംഗ് ലൈറ്റ് അല്ല. ബട്ട് കുറച്ചൊക്കെ നമ്മൾ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫേസിന് അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലൈറ്റ് ആൻഡ് ക്ലാരിറ്റി ഒക്കെ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിംഗ് ലൈറ്റ് ആയിരുന്നു. ഈ കാണുന്ന പോലെ തന്നെ 3 സ്വിച്ചോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ വാം ലൈറ്റ്, ഡിം ലൈറ്റ്, അതുപോലെ തന്നെ ബ്രൈറ്റ് ലൈറ്റ്, ബ്ലൂ ലൈറ്റ് ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇന്റൻസിറ്റി നമുക്ക് അതിന്റെ കൂടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് റീസെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചു തരാം. ഈ പ്രൊഡക്ട്സ് എല്ലാം അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. ബട്ട് അത്യാവശ്യം കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു മൈക്കാണ്. ഇതൊരു വയർലെസ് മൈക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് വയർലെസ് മൈക്കുകളൊക്കെ തപ്പിയിട്ട് അങ്ങനെ റിവ്യൂ എല്ലാം നോക്കി വാങ്ങിയൊരു മൈക്കാണ്. ഇതിന്റെ ക്ലാരിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സംസാരിക്കുന്ന ഈ ഒരു മൈക്ക് ത്രൂ ആണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉള്ള ഒരു മൈക്കാണ്.
ആൻഡ് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫോണിലേക്ക് ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഐഫോണിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ സി ടൈപ്പ് ആയിട്ടുള്ള അഡാപ്റ്റർ അതിലുണ്ട്. ആൻഡ് നമ്മൾ ജസ്റ്റ് അതൊന്ന് ഫോണിലേക്ക് കണക്ട് ചെയ്യുക. 2 പാർട്ടായിട്ടാണുള്ളത്. കണക്ട് ചെയ്യുന്ന ഭാഗം ഫോണിലേക്ക് കണക്ട് ചെയ്യുക. ദെൻ ഇതാണ് മൈക്ക് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ബ്ലൂ ലൈറ്റ് ഇതിൽ കത്തും. സോ അപ്പോൾ ഇത് ഓണായെന്നാണ് ഇതിനർത്ഥം. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡ് അറിയേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഫോണിലേക്ക് ഒരു പാട്ട് കണക്ട് ചെയ്യുക, മറ്റേ പാട്ടിൽ ഈ സ്വിച്ച് ഓൺ ചെയ്യുക, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കരമായിട്ട് സൗണ്ട് എൻഹാൻസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് അത്യാവശ്യം നോയ്സ് ക്യാൻസലേഷനും സൗണ്ട് ക്ലാരിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മൈക്കാണിത്. ഇതെന്ന് പറയുന്നത് കിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്ന് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 1700 സംതിങ് ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുഞ്ഞൻ മൈക്കുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഒക്കെ തരുന്ന മൈക്കുകളെല്ലാം 4000 5000 ആ റേഞ്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ബട്ട് നിങ്ങളൊരു ബിഗിനർ ആണ്, കുറച്ച് എമൗണ്ട് ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൈക്ക് നല്ല വർത്ത് ആയിരിക്കും. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈക്കാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചിട്ട് ചെറുതായിട്ട് ഫ്ലോപ്പ് ആയി പോയ ഒരു ഐറ്റാണ്. ആമസോൺ ബേസിക്സിന്റെ ഒരു ട്രൈപോഡാണ്. ദിസ് ഇസ് ദ പ്രൊഡക്റ്റ്. ഇത് കാണുന്ന പോലെ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലോട് ഉണ്ടാക്കിയിട്ടുള്ള എന്നാൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 800 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ബട്ട് എനിക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അപ്പർ പാർട്ട് കുറച്ച് ലൂസാണ്. നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഫോണൊക്കെ സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ അങ്ങ് പോരും. സത്യം പറഞ്ഞാൽ റിട്ടേൺ ചെയ്താൽ മതിയായിരുന്നു. ബട്ട് ഇത് വന്നതിന് ശേഷം ഒരു 4 days കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് അൺബോക്സ് ഒക്കെ ചെയ്ത് ഇത് നോക്കുന്നത്. സോ ആ ഒരു ടൈം ആയപ്പോഴേക്കും ഇതിന്റെ റിട്ടേൺ പോളിസി ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് മാത്രം ഫ്ലോപ്പ് ആയി പോയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ബട്ട് അതർവൈസ് ദിസ് ആണ് അടിപൊളി പ്രൊഡക്റ്റ്. നല്ല മെറ്റീരിയൽ ആണ്, നല്ല സ്ട്രോങ് ആണ്, ക്യാമറ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ. നമുക്ക് ഇതിന്റെ ഹൈറ്റ് ജസ്റ്റ് ഈ ക്ലിപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, ക്ലിപ്പ് ഇടുക. അതുപോലെ തന്നെ നല്ല ഹൈറ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് എത്ര ഹൈറ്റ് വേണമെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ബട്ട് എൻ്റെ കാര്യത്തിൽ ഇതൊരു ഫ്ലോപ്പ് ആയി പോയി. സോ അത് വാങ്ങിയപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് അടിച്ചുകൊണ്ട് പിന്നെ ഞാനിത് അധികം യൂസ് ചെയ്തിട്ടില്ല. ഇതുപോലെ ഇത്രയും ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈപോഡാണ് ഇത്. ഈ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ അപ്പർ പാർട്ടിലായിട്ടൊരു ഹാൻഡിലുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. സോ ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ ലൈറ്റ് ആണ്, ഒരു വീഡിയോ ഷൂട്ടിംഗ് ലൈറ്റ് ആണ്. ഇതും ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ആമസോൺ ബേസിക്സിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. എനിക്ക് ആമസോൺ ബേസിക്സിന്റെ പ്രൊഡക്റ്റ് കാണുമ്പോൾ കുറച്ചങ്ങ് വിശ്വാസം തോന്നും. എന്താണെന്നറിയില്ല, ഒരു ട്രസ്റ്റ് വർത്തി ഫീലിംഗ് വന്നിട്ട് ഞാനത് പർച്ചേസ് ചെയ്യാറുണ്ട്. ബട്ട് ഇത് ഫ്ലോപ്പ് ആയില്ല. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഈ ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് ഫോണിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെൽഫി വീഡിയോസ് ഒക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ആൻഡ് ഇതിൽ നമുക്ക് ഇതിൽ ലൈറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഡിം ആൻഡ് ബ്രൈറ്റ് ലൈറ്റ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ വാം ആൻഡ് ബ്രൈറ്റ് ലൈറ്റ്, ബ്ലൂ ലൈറ്റ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. സോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ഈസിയാണ്. സോ റെഗുലർ ആയിട്ട് ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ കോസ്റ്റ് വരുന്നത് അറൌണ്ട് 1500 ആ ഒരു റേഞ്ചിലാണ്. നല്ലൊരു ഷൂട്ടിംഗ് ലൈറ്റ് അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ ദിസ് വൺ. ആൻഡ് നമുക്കിതായി കാണുന്ന പോലെ തന്നെ ഫോണിൻ്റെ അപ്പർ പാർട്ടിൽ ഇത് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ഈസി ആയിട്ട് സെൽഫി വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. സോ ലാസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ കാണിച്ചതിലേക്കും വെച്ച് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, ലൈക്ക് എൻ്റെ ഒരു കമ്പാനിയൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കുറച്ച് കോസ്റ്റ്ലി ആണ്. ഞാനിത് വാങ്ങിയതല്ല, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എൻ്റെ സിസ്റ്ററിലോ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ്. ദിസ് ഇസ് എ ഗിംബൽ. ദിസ് ഇസ് DJI Osmo സീരീസിന്റെ 4th സീരീസ് എന്തോ ആണ് ഇത്. ഇതിപ്പോൾ അതിൻ്റെ 5th and 6th സീരീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് 4th വേണമെന്ന് തോന്നുന്നുണ്ട്. സോ ദിസ് ഈസ് മൈ കമ്പാനിയൻ. ഇതെന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇഫ് യു വാണ്ട് ഐ വിൽ ഡു എ സെപ്പറേറ്റ് വീഡിയോ ഓൺ ദിസ്. കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് DJI Osmoന്റെ ഒരു സെപ്പറേറ്റ് ആപ്പ് ഉണ്ട്. സോ അതിൽ നമുക്ക് പല ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വീഡിയോ ലൈക്ക് ബൗൺസ് ചെയ്തിട്ടുള്ള വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള, ക്യാമറ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് വീഡിയോസ് എടുക്കണമെങ്കിൽ ലൈക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ട്രൈപോഡ് ഉണ്ടെങ്കിലും ഞാൻ ഗിംബൽ വെച്ചിട്ട് തന്നെയാണ് എൻ്റെ എല്ലാ വീഡിയോസും എടുക്കുന്നത്. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ഒന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് മൈ ഫൈനൽ ആൻഡ് മൈ ഫേവറേറ്റ് പ്രൊഡക്റ്റ്. ഇത് കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. ഞാനിത് ബിഗിനേഴ്സിനൊന്നും ഞാനിത് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഈസ് റെഡി ടു ഇൻവെസ്റ്റ് ഫോർ സംതിങ് വിച്ച് ഈസ് അടിപൊളി, അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് പ്രൊഡക്റ്റ്. ഇത് DJI Osmo സീരീസിൽ വരുന്ന ഒരു ഗിംബലാണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ തന്നെയാണ്. എൻ്റെ iPhone 12 ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറ യൂസ് ചെയ്തിട്ടൊന്നുമല്ല.
സോ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ടൂൾസ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ കുറച്ച് ആൾക്കാർക്കെങ്കിലും പുതിയതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എന്തൊക്കെ ടൂൾസ് വാങ്ങിക്കണം എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അത്രയൊക്കെ ഉള്ളൂ. ബൈ.